ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് KSRTC കൺസെഷൻ ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനായി ഗൂഗിൾ ക്രോമിലെ KSRTC കൺസെഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ KSRTC എന്ന ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ പേജ് നമുക്കിത് ക്ലോസ് ചെയ്യാം. തുടർന്ന് ഇവിടെ സ്കൂൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന് കാണാം. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആദ്യത്തെ പേജിൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കണം. പേഴ്സണൽ ഇൻഫർമേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നൽകണം. യൂസർ നെയിം ഒരുപക്ഷെ മാറ്റി നൽകേണ്ടതായിട്ട് വരും. ഈ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു യൂസർ നെയിം നൽകിക്കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ പൂരിപ്പിച്ച് ജില്ലയും പിൻകോഡും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നൽകേണ്ട വിവരങ്ങൾ ഏതാണ്, CBSE ആണോ, ICSE ആണോ, സ്റ്റേറ്റ് ആണോ, ജില്ല, സ്കൂള്, ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് നൽകേണ്ട റേഷൻ കാർഡ് ടൈപ്പ് APL BPL ആണോ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. റേഷൻ കാർഡിൻ്റെ നമ്പർ നൽകുക. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ, ID കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, പ്രീവിയസ് കൺസെഷൻ കാർഡ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ ഫോം 1. ഈ ഫോം 1 നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. ഈ ഫോം 1 ഇല്ലാത്തതുകൊണ്ട്, അതവിടെ സ്റ്റാർ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അത് നിങ്ങൾ വിട്ടുപോയേക്കാം. ഫോം 1 ഇല്ല എങ്കിൽ അതൊരു പക്ഷേ റിജക്ഷന് കാരണമാകും. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും തന്നെ അപ്ലോഡ് ചെയ്യണം. ഇതിലെ ഫോട്ടോ JPG ആണ്, ID കാർഡ് JPG ആണ്, റേഷൻ കാർഡ് JPG അല്ലെങ്കിൽ PDF നൽകാം, ആധാർ കാർഡ് JPG അല്ലെങ്കിൽ PDF നൽകാം, പ്രീവിയസ് കൺസെഷൻ കാർഡും അതുപോലെ അപ്രൂവൽ ഫോം ഇത് രണ്ടും PDF ആയിട്ട് നൽകാം. JPG അല്ലെങ്കിൽ PNG ആയിട്ട് നൽകേണ്ടത് ഈ സ്റ്റുഡൻറ്റ് ഫോട്ടോയും അതുപോലെ ID കാർഡുമാണ്. JPG അല്ലെങ്കിൽ PNG ആയിട്ട് നൽകേണ്ട മറ്റ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ PDF ആയിട്ട് നമുക്ക് നൽകാവുന്നതാണ്. അവസാനത്തെ പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ട്രാവൽ ഡീറ്റെയിൽസ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്, അതുപോലെ 1 മാസത്തേക്കാണോ 3 മാസത്തേക്കാണോ, അതുപോലെ ഏറ്റവും അടുത്ത സ്കൂളിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിപ്പോ ഏതാണ്, ആ വിവരങ്ങൾ നൽകണം. തുടർന്ന് എഡ്യൂക്കേഷണൽ ലെവൽ ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി ആണോ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. തുടർന്ന് ഈ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുകയാണ്. നിങ്ങൾക്ക് അറിയിപ്പ് നിങ്ങൾ കൊടുക്കുന്ന മെയിലിലേക്കായിരിക്കും വരുന്നത്. ഏത് ദിവസമാണ് അത് ചെയ്യേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ അതിൽ വരും. ആ ഒരു എത്രയും വേഗം തന്നെ ആ ഒരു പൈസ അടച്ചുകൊണ്ട് നമുക്ക് കൺസെഷൻ കാർഡ് ലഭ്യമാകും. കൺസെഷൻ കാർഡ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം KSRTCയിലേക്ക് പറയുന്ന ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷം KSRTCയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാവണം. ആ ലിങ്കിൽ തന്നെ നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കയറി പൈസ അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ KSRTC കൺസെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് KSRTC ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് കയ്യിൽ ഫോട്ടോ ഉണ്ടാവണം. ആ ഫോട്ടോ പതിച്ച് കൺസെഷൻ കാർഡാണ് അവർ അവിടെ നിന്നും നൽകുക. അപ്പോൾ ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.